കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിത വിശുദ്ധീകരണം നടത്തി പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലിന് വേണ്ടിയിട്ട് പ്രത്യക്ഷീകരണ സാക്ഷിയാക്കുവാൻ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളെടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി കൂടുതൽ വിശ്വസ്തയോടെ ദൈവസ്നേഹത്തോടെ നിർവഹിക്കാൻ ആവശ്യമായ വചനങ്ങൾ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ നാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ദൈവപിതാവേ നന്ദി ദൈവപിതാവേ മഹത്വം ദൈവപിതാവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടിയുടെ ആത്മാവെന്ന് പറയണത് ഈ ധ്യാനമാണ്. നിങ്ങൾ ധ്യാനം കൂടുമ്പോൾ ആ ധ്യാനത്തിലാണ് ഇതിൻ്റെ മെക്കാനിസമൊക്കെ പറയണത്. പല കാര്യങ്ങളും അച്ഛൻ അൾത്താര വരുമ്പോഴാണ് ഈശോ ഇതെങ്ങനെയാണ് ഉടമ്പടി മൊബിലൈസ് ചെയ്യണമെന്നൊക്കെ പറയണത്. ചില ആൾക്കാരുടെ ഉടമ്പടി കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിൻ്റെ കാര്യം അവർ ധ്യാനം കൂടാത്തത് കൊണ്ട് തന്നെയാണ്. കാര്യം രണ്ട് കാര്യങ്ങളാണ് ഉടമ്പടിയിൽ നമുക്ക് ഫയറാക്കുന്നത്. ഒന്ന് ഈ ഉടമ്പടിയുടെ പ്രബോധനവും, രണ്ടാമത് ഉടമ്പടി സാക്ഷ്യവും. അതുകൊണ്ടാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഉടമ്പടി സാക്ഷ്യങ്ങൾ വാച്ച് ചെയ്യണം, മസ്റ്റായിട്ട് ഉടമ്പടി ധ്യാനം കൂടണം. അല്ലെ ചുളിവിൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ സാങ്കേതിക കാര്യം. ഉടമ്പടി എന്ന് പറയുന്നത് നമുക്കൊരു സിമ്പിളായിട്ടുള്ള വിഷയമല്ല, അതൊരു സാങ്കേതികമായ വിഷയമാണ്. ഒത്തിരി ടെക്നിക്കാലിറ്റീസ് ഈ ഉടമ്പടിയിലുണ്ട്. അതിൻ്റെ ആ സബ്ജക്റ്റ് വൈസ് അതിൻ്റെ മേജറായിട്ടുള്ള സബ്ജക്റ്റ് മേജറാകുമ്പോൾ അത്രയും അതിന് പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷ്മി എന്നും പറഞ്ഞു തിരുവല്ലയിൽ നിന്നൊരു മോള് സാക്ഷ്യം പറഞ്ഞു. ലക്ഷ്മി എന്ന് പറയുന്നത് ഒരു GMN നേഴ്സാണ്. പക്ഷെ അവളുടെ മനസ്സിലുള്ളത് OIT പാസ്സാകണം, IELTS പാസ്സാകണം, വിദേശത്ത് പോകണമെന്നാണ്. അപ്പോൾ BSc നേഴ്സ് എടുക്കുന്നവർക്ക് പോലും പലർക്കും IELTS താമസിക്കും, 1-2 പ്രാവശ്യം മാറുന്നു. ഇപ്പം IELTSന് വലിയ എല്ലാം എക്സ്പയറായി പോയിക്കൊണ്ടിരിക്കണേ. ഇംഗ്ലണ്ടിലെ ആളെടുക്കാത്തത് കാരണം IELTS ഒക്കെ എക്സ്പയറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മുഴുവൻ റഷ് ചെയ്യണത് എല്ലാം B1 B2 എക്സാമിനാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം റഷ് ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. അവരുടെ ശമ്പളം 16 ലക്ഷം രൂപയാണ് മാസം. പക്ഷെ അവൾ വർക്ക് ചെയ്യണ ഇന്ത്യയിലാണ്. നമുക്ക് നേരം വെളുത്തിട്ടില്ലല്ലോ, അതല്ലേ പ്രശ്നം. അതാണ് വിഷയം. മാസം ശമ്പളം 16 ലക്ഷം രൂപ. അവൾ വർക്ക് ചെയ്യണത് ഫുൾ ടൈം ബാംഗ്ലൂർ റെസിഡൻസാണ്. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്.
അതിനേക്കാൾ ഇരട്ടി കാശ് കൊടുത്ത് യൂറോപ്പിൽ പോയിട്ടും അതിൻ്റെ ടാക്സ് എല്ലാം കട്ടിങ്സ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 4 ലക്ഷം രൂപ സായിപ്പ് തരത്തുള്ളൂ. 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പകുതിയോളം കട്ടല്ലേ. അപ്പം ഇനിയുള്ള കാലത്ത് എങ്ങനെ വരണമെന്ന് അറിയത്തില്ല. ഇന്ത്യ ആണെങ്കിൽ നല്ല ഗ്രോയിങ് ഇക്കോണമിയാണ്. ഇക്കാലത്ത് നല്ലവണ്ണം ടെക്നിക്കലായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യ തന്നെ കുറച്ച് കഴിയുമ്പോൾ കാര്യം എന്തുകൊണ്ടാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഫ്രിക്ഷൻ? എന്താ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഫ്രിക്ഷനുണ്ട്. അതെന്താ കാര്യം? അത് നമ്മൾ അവരുടെ താല്പര്യങ്ങൾ റെസ്റ്റ് ചെയ്തിട്ടാണ്. അവർക്ക് അവരുടെ ഇൻഷുറൻസ് കമ്പനിയൊക്കെ ഇവിടെ ഇറക്കണം. ഇന്ത്യ പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാര്യം അതൊക്കെ ഇറക്കി കഴിഞ്ഞാൽ നമ്മളുടെ പണം അടിച്ചു മാറ്റി അവർ പോകണമെന്നല്ലാതെ നമ്മൾ വീണ്ടും തിരുത്തന്മാരായി ഇരിക്കും. സായിപ്പ് പണ്ട് ഇവിടെ ഇവിടെ ഇരുന്ന് ഭരിച്ചതാണ്. ഇപ്പം അവർ അവിടെ ഇരുന്ന് വേണമെങ്കിൽ ഇവിടെ ഭരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഇക്കണോമിക്സൊക്കെ എല്ലാം വർക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നമ്മളോട് പറയുമെന്നും നമുക്കൊരു ഓഫറുണ്ട്. എന്തുകൊണ്ട് വൈ വി ഷുഡ് ടേക്ക് കവനൻറ്റ് ആൻഡ് ലീഡ് എ കവനൻറ്റ് ലൈഫ്? എന്തുകൊണ്ട് നമ്മൾ കവനൻ്റ് ദൈവമായിട്ട് ഒരു കവനൻ്റിൽ ഏർപ്പെടണം, ഒരു ഉടമ്പടിയിൽ ഏർപ്പെടണം? ഉടമ്പടി മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്ന് വാട്ട് ഈസ് സ്പെഷ്യൽ വിത്ത് കവനൻറ്റ്? എന്താണ് കവനൻറ്റിൽ വ്യത്യാസമുള്ളത്? കവനൻറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ നമുക്ക് പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള സിംഗിൾ വിൻഡോയാണ് ഈ ബൈബിൾ കവനൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കവനൻ്റിലായിരിക്കുന്നതിൻ്റെ കാരണം വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ രീതി അറിയാമല്ലോ. അതായത് നമ്മളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും നമുക്ക് ഒരു ആവശ്യമാണെങ്കിലേ നമുക്കിപ്പോൾ തൽക്കാലം ഒരു ആവശ്യമാണുള്ളത്. അത് ആവശ്യം എന്തിൻ്റെ ഒരു സൃഷ്ടിയാണ്? നമ്മുടെ ആവശ്യങ്ങളൊക്കെ എന്തിൻ്റെ സൃഷ്ടിയാണ്? പലപ്പോഴും പകുതി മുക്കൻ ആവശ്യങ്ങളും വർത്തമാനകാലത്തിൻ്റെ സൃഷ്ടിയാണ് അല്ലേ? പകുതി മുക്കൻ ആവശ്യങ്ങൾ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ആവശ്യമാണതില്ല. മനുഷ്യന് ഹ്രസ്വദൃഷ്ടിയായത് കാരണം മനുഷ്യനെപ്പോഴും ഈ ഇന്നത്തെ കാലത്തിന് ഓവർ ഇമ്പോർട്ടൻസ് ചെയ്തുകൊണ്ടായിരിക്കും എല്ലാ എനർജിയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ചിന്ത, ആലോചന, വിചാരം, തീരുമാനം എല്ലാം ഫോക്കസ് ചെയ്യണത് ഈ വർത്തമാനകാലത്തിൻ്റെ ചലഞ്ചസ്, അതിൻ്റെ വെല്ലുവിളികളെ എങ്ങനെ നമുക്ക് ഫൈറ്റ് ചെയ്യാവുന്നതാണ്. ബൈബിൾ പക്ഷേ വർത്തമാനകാലത്തിൻ്റെ വെല്ലുവിളികളെ മാത്രമല്ല നമ്മൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. എന്താ ഈശോ പറഞ്ഞത്? വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 16:14. യോഹന്നാൻ 16:14. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഇത് ഈ വരാനിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയണത് വർത്തമാന കാര്യങ്ങളല്ല, അത് ഭാവി കാര്യങ്ങളാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 13/9/2024 ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ചും മരിയൻ ഉടമ്പടിയെക്കുറിച്ചും അറിയുന്നത്
ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരായിരുന്നു. പക്ഷേ ഞാൻ ആ ടൈമിൽ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ബിക്കോസ് എനിക്കൊരു ടെൻഷനായിരുന്നു, ഞാനൊരു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് വെറുതെ എടുത്ത് അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്കൊരു ഒരു പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാനൊരു നേഴ്സാണ്. ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്തത്. അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നവരും ഉടമ്പടിയൊക്കെ എടുത്തിട്ടുള്ളവരായിരുന്നു. ഞാനവിടെ ഒരു 1.5 year ആണ് വർക്ക് ചെയ്തത്. വർക്ക് ചെയ്ത ശേഷം അവിടുന്ന് റിസൈൻ ചെയ്ത് ഞാൻ OET പഠിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ OET അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അപ്പം നിനക്ക് അത് ക്ലിയർ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ OETക്ക് ജോയിൻ ചെയ്തത് എറണാകുളത്തായിരുന്നു. അവിടെ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമായിരുന്നു. അപ്പം അവിടെ എൻ്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്ന സ്റ്റുഡൻസും ഇതുപോലെ ഉടമ്പടി എടുത്തിട്ടുള്ളവരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു കുറച്ച് പേര് ഒന്നിച്ച് വന്ന് ഞാൻ 13-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ എടുത്തിട്ട് പോയിട്ടാണെന്നുണ്ടെങ്കിലും അത്ഭുതം എന്ന് പറയാം, എനിക്ക് ഞാൻ ഓരോ ദിവസം കഴിയും തോറും ഉടമ്പടി എങ്ങനെ കൂടുതൽ എന്നെക്കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കാം, അങ്ങനെ ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ പത്രം കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഫുഡ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3 month കോഴ്സായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ലാസ്റ്റ് മന്ത് നവംബറൊക്കെ ആയപ്പോഴത്തേക്കും ഏത് ഡേറ്റാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനായി. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഡേറ്റ് എനിക്ക് പറഞ്ഞു തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ മാതാവിനെ കാണുകയും മാതാവിനോട് ജസ്റ്റ് ഡിസംബർ എന്ന് മാത്രം ഒന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ രാവിലെ ജസ്റ്റ് ഗൂഗിളിൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഡിസംബറിൽ ഏതാണ് OETക്ക് ഡേറ്റ് ഉള്ളതെന്ന്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആകട്ടെ എനിക്ക് കിട്ടിയ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബറിൽ ആകെ ഒരേ ഒരു ഡേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇയർ എൻഡിങ്ങിലെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അതെന്ന് പറയുന്നത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായ ഡിസംബർ 7-ാം തീയതി ആയിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കൺഫേം ആയി, ഓക്കെ ഇത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്ത ഡേറ്റ് ഇത് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാനത് കൺഫേം ചെയ്തു. ഞാൻ അപ്പോൾ തന്നെ ഞാൻ പോയി സെൻറ്ററും അതുപോലെ ഞാൻ ഡിസംബർ 7-ാം തീയതി എൻ്റെ OET എക്സാം ബുക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ ഞാനത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അക്കാഡമിയിൽ നിന്ന് മാംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഡേറ്റ് ചൂസ് ചെയ്യണ്ട, അത് ക്യാൻസൽ ചെയ്യുക, ബിക്കോസ് അത് ഇയർ എൻഡിങ്ങിലെ ഡേറ്റ് ആയതുകൊണ്ട് അതിൽ വിന്നിങ് പെർസെൻറ്റേജ് കുറവായിരിക്കുമെന്ന് അവരൊന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നേ നവംബറിലൊരു ഡേറ്റ് ഉണ്ടായിരുന്നു, അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി പാസ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കുമെന്ന് അവർ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു കോൺഫിഡൻസ് ഡിസംബർ 7-ാം തീയതി മാതാവ് എനിക്ക് കാണിച്ചു തന്ന ഡേറ്റാണ്. ആ ഡേറ്റിൽ ഞാൻ എഴുതിയിട്ട് തോക്കുകയാണെന്നുണ്ടെങ്കിൽ തോറ്റോട്ടെ എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ആ ഡേറ്റുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. എൻ്റെ കൂടെ ഡിസംബർ 7-ാം തീയതി എടുക്കാനിരുന്ന കുട്ടികൾ പലരും ആ ഡേറ്റ് മാറ്റി വേറെ ഡേറ്റിലോട്ട് മാറ്റിയായിരുന്നു. ഞാനതുപോലെ ഡിസംബർ 7-ആയിട്ട് മുമ്പോട്ട് പോയി. അങ്ങനെ ഡിസംബർ 7-ാം തീയതി ഞാൻ എൻ്റെ OET എക്സാം അപ്പിയർ ചെയ്തു. ഞാൻ എക്സാം അപ്പിയർ ചെയ്യാൻ പോയപ്പോഴാണെന്നുണ്ടെങ്കിലും ഉടമ്പടി തൈലവും അതുപോലെ വെഞ്ചരിച്ച ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയത്. റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ് എല്ലാം ഞാൻ ബുക്ക്ലെറ്റ് തിരിച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിൽ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടായിരുന്നു ഞാൻ തിരിച്ചു കൊടുത്തത്. കറക്റ്റ് ഒരു എൻ്റെ ആദ്യത്തെ ഉടമ്പടി തീരുന്ന കറക്റ്റ് 90-ാമത്തെ ദിവസം, അതായത് ഡിസംബർ 13-നാണ് എൻ്റെ OETയുടെ റിസൾട്ട് വന്നത്. ആ റിസൾട്ട് കണ്ട് ഞാൻ ശരിക്കും ഷോക്കായി പോയായിരുന്നു. ഞാൻ മാതാവിനോട് എനിക്കൊരു 350 എല്ലാ മൊഡ്യൂളിലും തന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനി ഒരു വട്ടം കൂടെ എഴുതാനായിട്ട്, ഒന്നാമത് എൻ്റെ കയ്യിൽ ഇനി ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള പൈസയില്ല. അപ്പം ഇതിൽ തന്നെ അങ്ങ് കയറ്റി വിടണമെന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 350 ചോദിച്ച സ്ഥലത്ത് മാതാവ് എനിക്ക് തന്നത് സ്പീക്കിംഗ്, റൈറ്റിംഗ് 400ഉം അതുപോലെ ലിസണിങ് 380, റീഡിങ് 370 സ്കോർ തന്നാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. അതുപോലെ ഞാൻ വിചാരിച്ച പോലെ തന്നെ അന്ന് ആ അക്കാഡമിയിൽ എൻ്റെ ക്ലാസ്സിൽ നിന്ന് എഴുതിയാലാകെ ഞാൻ മാത്രമേ അതിൽ ഫുൾ B സ്കോർ വാങ്ങി പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് വളരെ വലിയൊരു അനുഗ്രഹമായിട്ടായിരുന്നു തോന്നിയത്. അതിന് ഞാൻ അത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം ഡിസംബർ 26-ാം തീയതി ഞാനിവിടെ ഒന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു സാക്ഷ്യം പറയാനായിട്ട്. പക്ഷേ അന്ന് എന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ പ്രോസസ്സിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ വിസയോ ടിക്കറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് ഞാൻ വളരെ നിരാശയോടുകൂടി ഇവിടുന്ന് പോകേണ്ടി വന്നായിരുന്നു. ഇവിടെ ഞാൻ താഴത്ത് മാതാവിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഒരുപാട് ഞാൻ കരഞ്ഞായിരുന്നു. ഞാൻ
ഞാൻ അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു വന്നതായിരുന്നു എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന്. അതെന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ, നീ എന്നെ അടുത്ത വർഷം ഈ സമയത്ത് തന്നെ ഇവിടെ നിർത്തി ഒന്ന് സാക്ഷ്യം പറയിക്കണേന്ന് ഞാൻ അന്ന് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. മാതാവ് അത് സീരിയസ് ആയിട്ട് കണ്ടു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഏത് ദിവസമാണോ ഞാനിവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോയത്, ആ സെയിം ഡേറ്റിൽ തന്നെ ഡിസംബർ 26-ാം തീയതി എനിക്കിവിടെ വന്ന് വീണ്ടും സാക്ഷ്യം പറയാനായിട്ട് പറ്റി. അതുപോലെ ജാനുവരിയിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ജാനുവരിയിൽ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഏത് കൺട്രി ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അയർലൻഡാണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ അയർലൻഡ് പ്രോസസ്സിംഗ് ആയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്, അയർലൻഡ് പ്രോസസ്സിംഗ് ആണെങ്കിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാനുണ്ട്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളതാണെങ്കിലും നഴ്സിംഗ് കൗൺസിലിൻ്റെയും എല്ലാ പേപ്പേഴ്സും ഞാൻ റെഡിയാക്കി. ലാസ്റ്റ് എനിക്ക് ഒരേ ഒരു പേപ്പറും കൂടെ ആയിരുന്നു എനിക്ക് റെഡിയാക്കാനുണ്ടായിരുന്നത്. അത് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു റെഫറൻസ് ലെറ്റർ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ 1.5 ഇയർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്കൊരു 2 ഇയർ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ആ പീരീഡ് കംപ്ലീറ്റ് ആക്കാണ്ട് അവർ റെഫറൻസ് തരത്തില്ല എന്നവർ പറഞ്ഞു. ഞാൻ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ നോക്കി ആ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട്, പക്ഷെ അവരൊട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് എൻ്റെ ടോട്ടൽ ഞാനങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. ഇനി മുന്നോട്ട് ഞാനിനി എന്നാ ചെയ്യും? ഏത് യൂറോപ്യൻ കൺട്രിയിൽ ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഇപ്പോൾ UK ആണെന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിലും ഏത് കൺട്രിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിലും ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മുമ്പോട്ടുള്ള പ്ലാനിങ് എല്ലാം അങ്ങ് ക്വസ്റ്റ്യൻ മാർക്കായിപ്പോയി. ഇനി ഞാൻ മുമ്പോട്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടായിപ്പോയി. അങ്ങനെ ഞാൻ പല ഏജൻസികളിലും അപ്രോച്ച് ചെയ്തു. കാണുന്ന എല്ലായിടത്തും ഞാൻ റിയാക്ഷൻ ഇടുമായിരുന്നു. പല സ്ഥലങ്ങളിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനോ ഒക്കെ ഞാൻ അന്വേഷിക്കുമായിരുന്നു. പക്ഷേ എല്ലായിടത്തും ചോദിക്കുമ്പോഴത്തേക്കും മിനിമം ഒരു 5 lakhs 6 lakhs എബവ് ആണ് എല്ലായിടത്തും സർവീസ് ചാർജും ടോട്ടൽ ഓൾ ഓവർ പ്രോസസ്സിങ്ങിനൊക്കെ റേറ്റ് വരുന്നത്. അതും ഒരു പ്രശ്നം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ മുന്നോട്ട് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. മാതാവ് തന്നെ എനിക്കൊരു സ്ഥലം കാണിച്ചതാണ്. പക്ഷേ മാതാവ് തന്നെ ഈ റിസൾട്ട് വെച്ച് തന്നെ എനിക്ക് എവിടെയെങ്കിലും പോയേ പറ്റുള്ളൂ. ആ റിസൾട്ട് എനിക്ക് ഇവിടെ വന്ന് പറയണം. അതിന് ആപ്റ്റായിട്ടുള്ള ഒരു കൺട്രി എനിക്ക് കാണിച്ചു തരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞാൻ പല ഏജൻസികളിൽ അയക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു റിക്രൂട്ട്മെൻറ്റ് ഞാൻ പഠിച്ച അക്കാഡമിയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാനിങ്ങനെ കാണാനായിട്ടിടയായി. കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഏജൻസി വഴി ബെൽജിയത്തിലോട്ട് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കാണുകയും അതിന് ഞാൻ എൻ്റെ CV OET സ്കോർ എല്ലാം ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തായിരുന്നു. അവർ ചോദിച്ചിട്ടുള്ള റിക്വയർമെൻറ്റ്സ് 1 ഇയർ എക്സ്പീരിയൻസും OET മിനിമം സ്കോറും ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ സ്കോർ ഡീറ്റെയിൽസും അതുപോലെ CV എല്ലാം അവർക്ക് അയച്ചു കൊടുത്തു. മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ കൊണ്ട് ഫസ്റ്റ് റൗണ്ട് ഓഫ് സെലക്ഷൻ CV സെലക്ഷൻ ആയിരുന്നു. അതിൽ നിന്ന് സെലക്ഷൻ ആയി എന്ന് പറഞ്ഞവർ എനിക്ക് റിപ്ലൈ മെയിൽ തന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതും ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ ഞാൻ എങ്ങനെയാണ് അപ്പിയർ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എല്ലാം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ ആൻസേഴ്സ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിലും സെലക്ഷനായി എന്ന് പറഞ്ഞു വന്നു. ടോട്ടൽ 4 റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവും അതുപോലെ ടോട്ടൽ പ്രൊസീജിയർ 4 റൗണ്ട് ഉണ്ടായിരുന്നു സെലക്ഷന് വേണ്ടിയിട്ട്. ഈ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിന് ശേഷം ഒരു ട്രിവാൻഡ്രത്ത് വെച്ചൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഡയറക്റ്റ് എംപ്ലോയേഴ്സുമായിട്ടുള്ള. അപ്പം ഞാൻ എംപ്ലോയേഴ്സുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്തോട്ട് പോയി അവിടെ വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉടമ്പടി തൈലം നാവിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ ഇൻ്റർവ്യൂ നടത്തിയ ഹാളിന് ഫ്രണ്ടിലായിട്ട് ഞാൻ വെഞ്ചരിച്ച് ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യാൻ കയറിയത്. അവരെന്നോട് ബെൽജിയം എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചതിനുള്ള ഒരു ആൻസർ ഞാൻ പറഞ്ഞത് എനിക്കൊരു ക്രിസ്ത്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു എന്ന് തന്നെയായിരുന്നു. അതിന് അവരുടെ സൈഡിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോണ്ടാണ് കിട്ടിയത്. അതിനുശേഷം ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ആ ഇൻ്റർവ്യൂ ക്ലിയർ ആയെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അടുത്ത നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനും ഞാൻ അപ്പിയർ ചെയ്തു. ഇതുപോലെ തന്നെ ഞാൻ പോയയിടത്തെല്ലാം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ലാസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവിലും ക്ലിയറായി. അതിനുശേഷമുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് 6 months ഡച്ച് ലാംഗ്വേജ് കോഴ്സ് ക്ലിയർ ചെയ്യണമെന്നായിരുന്നു.
അവർ തന്നെ നമുക്ക് ജൂലൈ തൊട്ട് 6 months അവർ നമുക്ക് എറണാകുളത്ത് വെച്ച് കോച്ചിങ് തരുവാണ്. അപ്പം അതിന് ഓഫ്ലൈനായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഞാൻ ഓൾറെഡി അപ്പം എൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. ഞാൻ എല്ലാ മാസവും 5,000 rupees വെച്ച് ഞാൻ അടയ്ക്കുന്നതാണ്. അപ്പം എനിക്കൊരു ഇൻകം അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ 5,000 രൂപ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിനി ആരോട് ചോദിക്കും മാതാവേ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മാതാവ് അതിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു ആൻസർ തന്നെ വന്ന് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ 6 മാസം ഡച്ച് ലാംഗ്വേജ് കോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും അവർ പെർ മന്ത് 15,000 രൂപ വെച്ച് ഞങ്ങൾക്ക് സ്റ്റൈഫൻ്റായിട്ട് ഇങ്ങോട്ട് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനും മാതാവ് എനിക്കൊരു സൊല്യൂഷൻ കാണിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ എൻ്റെ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഞാൻ എറണാകുളത്ത് ലൂർദ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഞങ്ങൾക്ക് അവരുടെ ഹോസ്റ്റലിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരുന്നത്. അതും മാതാവിൻ്റെ പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ കോഴ്സ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ ഓൾറെഡി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സോ ആരും എനിക്കറിയാവുന്ന ആരും തന്നെ ഇല്ല. അപ്പം ഇനി പുതിയ കിട്ടുന്ന കാണുന്ന ആളുകളൊക്കെ എങ്ങനെയായിരിക്കും, ഒരു നല്ല ആളുകളെ കിട്ടണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിലും എസ്പെഷ്യലി എൻ്റെ റൂമിൽ ഞങ്ങൾ 3 പേരായിരുന്നു. ഞങ്ങൾ 3 പേര് ഉടമ്പടി എടുത്തിട്ടുള്ള ആളുകളായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും കൊന്ത ചെല്ലുന്നതും എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുമായിരുന്നു. ഇപ്പം എൻ്റെ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ 20 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ആ ബാച്ചിലുള്ള എല്ലാവരും തന്നെ മാതാവിനെ അറിയാവുന്നവരും ഒരുപാട് പേര് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. അതുപോലെ കോഴ്സ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഇടയ്ക്ക് ഒക്ടോബറിൽ വെച്ച് ഞങ്ങൾക്ക് ചെറിയൊരു ഇവാലുവേഷൻ ഉണ്ടായിരുന്നു. ആ ഇവാലുവേഷനിലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ടോട്ടൽ 73 പേരായിരുന്നു ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ക്ലിയർ ആവാനായിട്ട് സാധിച്ചു. എല്ലാവരും ആ ഇവാലുവേഷനിൽ ക്ലിയറായി. അതിനുശേഷം ഞാനിവിടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് 2024 ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, 2025 ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കൂടെ ഒരു മിനിമം ഒരു 5 പേരെയും കൊണ്ടാണ് ഞാനിവിടെ വന്ന് പങ്കെടുത്തിട്ടുള്ളത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ടും നല്ല രീതിയിൽ തന്നെ പോയി. ഈ ഡിസംബർ കഴിഞ്ഞ ഫ്രൈഡേ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയി. അതുപോലെ കോഴ്സ് എല്ലാവരും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡായി. ഞങ്ങളുടെ VFSൻ്റെ അപ്പോയിൻമെൻ്റ് ആണെന്നുണ്ടെങ്കിലും അത് ഞാനിവിടെ തന്നെ ഇതിനു മുന്നേ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. ജർമ്മനിക്ക് പോകാനൊക്കെ ആണെങ്കിലും VFSൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, ഒരുപാട് ലാഗാവുന്നു, പിന്നെ ദൂരെയുള്ള ഓഫീസുകളിലൊക്കെയാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഈ റിക്രൂട്ടിംഗ് ഏജൻസി തന്നെ ഞങ്ങൾ ഒരു കാര്യം പോലും അറിയേണ്ടി വന്നിട്ടില്ല. എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു. 30 ദിവസം കൊണ്ട് മിനിമം 30 ദിവസം കൊണ്ട് കിട്ടേണ്ട ഷെങ്കൻ വിസ ഞങ്ങൾക്ക് 73 പേർക്ക് ഒരാഴ്ചയ്ക്കുള്ളിലാണ് അവർ എല്ലാം റെഡിയാക്കി തന്നത്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് പോകാനുള്ള വിസയും അതുപോലെ ടിക്കറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതുപോലെ മാതാവിൻ്റെ കൃപ കാരണം അടുത്ത ജനുവരി 13 ഞങ്ങൾ 73 പേരാണ് ബെൽജിയത്തിലോട്ട് പോകുന്നത്, 2 ഫ്ലൈറ്റായിട്ട്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കാരണം എനിക്കറിയാം ഇത് എത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. മാതാവി ചെയ്തു തന്നിരിക്കുന്ന ഈ ഒരു അനുഗ്രഹം എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം OET എഴുതി ക്ലിയർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും റിക്വയർഡ് സ്കോർ ഉണ്ടായിട്ട് പോലും ഒരിടത്തും പോകാൻ പറ്റാണ്ട് OET എക്സ്പയറായി പോയി വിഷമിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. മാതാവ് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം, അതുപോലെ എൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കൺസേൺ ആയിരുന്നു ഒരുപാട് പൈസ കൊടുത്ത് ഒരിടത്തോട്ട് പോകേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ. അതിനൊരു ഇടയാക്കാതെ ഒരു പൈസ പോലും മുടക്കാതെ ഒരു നല്ലൊരു റിക്രൂട്ട്മെൻറ്റ് വഴി ഒരു യൂറോപ്യൻ കൺട്രി തന്നെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അത് ഞാൻ ഇടയ്ക്കിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇത് മാതാവ് നടത്തിയ റിക്രൂട്ട്മെൻറ്റ് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തുകൊണ്ടായിരിക്കും മാതാവ് ബെൽജിയം ചൂസ് ചെയ്തത്, എന്താണ് ഒരു റീസൺ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അതിനുള്ള ഉത്തരം എനിക്ക് ഇവിടുന്ന് തന്നെയാണ് കിട്ടിയത്. ഞാനവിടെ വെഞ്ചരിച്ച നേർച്ചവസ്തുക്കൾ വാങ്ങാനായിട്ട് നിന്നപ്പം അവിടെ മുകളിലുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയായിരുന്നു. ഇവിടെ മാതാവ് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അവിടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം ഞാൻ അതിനകത്ത് കണ്ടു ബെൽജിയത്തിൽ 2 തവണ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ബെൽജിയത്തിൻ്റെ തൊട്ടടുത്തുള്ള അടുത്ത കൺട്രിയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അവിടെ 6 വട്ടം മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടി. മാതാവിൻ്റെ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്തോട്ട് തന്നെയാണ് പോകുന്നതെന്ന് എനിക്ക് ഉറപ്പായി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ ഈ കഴിഞ്ഞ ഡിസംബറിലും ഈ ഡിസംബറിലും മാതാവ് എനിക്ക് വലിയ 2 ഗിഫ്റ്റുകളാണ് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ മാതാവിനുള്ള എൻ്റെ റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. അതുപോലെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയാൻ, ഞാൻ പണ്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുമായിരുന്നു. ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അതൊരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്നവരുടെ നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ പിന്നെ കാണുന്ന പോലെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അത് ഭയങ്കര വെറുപ്പുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് ചെയ്യുന്നവരോട് പോലും പെട്ടെന്ന് ക്ഷമിക്കാനും അത് മറക്കാനുമായിട്ടുള്ള പ്രത്യേക ഒരു കഴിവ് എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു. പിന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഓരോ കാര്യം ചെയ്യാൻ പോകുമ്പോഴും നീ അത് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ബെറ്റർ. ഒരു മോശമായിട്ടുള്ളൊരു കാര്യത്തിലോട്ട് പോകുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ പറഞ്ഞു തരുന്ന പോലെ തോന്നും, അത് വേണ്ട, ഇത് ചെയ്യണ്ട, നീ മറ്റേത് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ഗൈഡൻസ് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ബൈബിൾ നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പുതിയ നിയമം ഫുള്ള് വായിച്ചു. ഇനി പഴയ നിയമം ഇപ്പം കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. കുമ്പസാരമാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പത്രം വാങ്ങി. ഞാൻ OET പഠിച്ചുകൊണ്ടിരുന്നത് ആലുവയിലായിരുന്നു. അപ്പം ആലുവ അടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പം ഞാൻ അവിടെ പോയി പത്രം അവിടെ കൊടുക്കുമായിരുന്നു. അതുപോലെ അവിടെ ഡയാലിസിസിലുള്ള പേഷ്യൻസിനോടൊക്കെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് എൻ്റെ കയ്യിലുള്ള സേവിങ്സ് വെച്ച് ഞാനൊരു 6-7 പൊതിച്ചോറൊക്കെ വാങ്ങിയിട്ട് അവിടെ ഹോസ്പിറ്റലിലുള്ള പുറത്തിരിക്കുന്നവർക്കൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുമായിരുന്നു ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ അത് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ മാസവും ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയൊരു സേവിങ്സ് വെച്ച് ഞാൻ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനും അവരുടെ ഫുഡിനും അതായത് സ്കൂൾ മെറ്റീരിയൽസിനും ഒക്കെ വേണ്ടിയിട്ട് പറ്റാവുന്ന മാസങ്ങളിലെല്ലാം ഞാൻ ഫണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഫിസിക്കലിയും മെൻ്റലിയും വീക്കായിട്ടുള്ള പേഷ്യൻസ് വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയത് അപ്പം തൊട്ട് ഞാൻ എപ്പോൾ കൊന്ത ചൊല്ലിയാലും എൻ്റെ രഹസ്യം ഞാൻ എല്ലാ ക്യാൻസർ രോഗികൾക്കും വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാനും അതുപോലെ അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ട്. ഇത്ര അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ നേസൽ സെപ്റ്റത്തിന് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു. അപ്പം CT സ്കാൻ എടുത്തപ്പം അതിൽ സൈനസിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചെറിയൊരു പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അത് ചെയ്യണ്ടെന്നുള്ള ഒരു മൈൻഡായിരുന്നു എനിക്ക്. അത് 1 ഇയർ മുന്നേ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് മുങ്ങി നടക്കുമായിരുന്നു ഞാൻ അത് ചെയ്യാണ്ട്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മാസത്തിൽ ഒരു 4 വട്ടമെങ്കിലും ഇങ്ങനെ റിപ്പീറ്റായിട്ട് പനി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം യൂസ് ചെയ്യുമായിരുന്നു. തേനും ഉപ്പും മിക്സ് ചെയ്ത് കഴിക്കും. അങ്ങനെ പിന്നെ തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്ത് ഗ്രാജുവലി ആ പനി വരുന്നതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതുപോലെ പക്ഷേ എൻ്റെ വീട്ടിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനിനി അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തണുപ്പുള്ള രാജ്യമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അപ്പം ഇപ്പോൾ പ്രൊസീജിയർ ചെയ്തിട്ട് പോകുന്ന പറഞ്ഞ വീട്ടിൽ നിന്ന് ഭയങ്കര ഫോഴ്സായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് അവരിട്ട് മനസ്സിലാക്കൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ ഇതൊന്ന് പറയിപ്പിക്കണേ, ഈ പ്രൊസീജിയർ വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല എന്നൊന്ന് പറയിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ലൂർദ് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടർ എൻ്റെ CT സ്കാൻ്റെ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു, ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചെയ്യാതെ തന്നെ ജസ്റ്റ് നേസൽ സ്പ്രേ അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പം അവർക്ക്
അവർക്കത് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇതുവരെ പ്രൊസീജിയറൊന്നും ചെയ്തിട്ടില്ല. നെയ്സൽ സ്പ്രേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യം ഒരു ഉടമ്പടി എടുത്തിട്ട് നിർത്താമെന്നുള്ള രീതിയിൽ വന്ന ഞാനിപ്പോൾ 5ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഉടമ്പടി കൺവേർട്ട് ചെയ്ത് NRI ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.